ഞാനും എന്റെ ചന്ദ്രുവും ഒരു നല്ല വസ്ത്രം വാങ്ങി ധരിക്കുകയോ ഞങ്ങളുടെ പൈസ കൊടുത്ത് വില കൂടിയ ഭക്ഷണം കഴിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാ രീതിയിലും ജീവിതം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. എന്നിട്ടെന്തായി? ഇനി സമാധാനം വേണം. അത് തേടിയുള്ള യാത്രയില്ല ഞാനിപ്പോ. അച്ഛാ, അച്ഛന്റെ പിറന്നാളാണ് വ്യാഴാഴ്ച. അത് ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയാനാ ഞാൻ വന്നത്. മാധവനിപ്പോ വാനപ്രസ്ഥത്തിന്റെ ഘട്ടത്തിലാ മോളെ. ഇനി ജീവിതത്തിന്റെ സുഖഭോഗങ്ങളൊന്നും എന്നെ സംബന്ധിച്ചില്ല. ഇനി ബാക്കി നിൽക്കുന്നത് സന്യാസം മാത്രമാ. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ മോളെ സംസാരിക്കുന്നത്. മക്കളെല്ലാവരും പല വഴിക്ക് ഭിന്നിച്ചു നിൽക്കല്ലേ. അപ്പോ അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് ഒരു തെറ്റും പറയാനാവില്ല. അച്ഛാ, എല്ലാ മക്കളും ഒരുപോലെയല്ലല്ലോ. അച്ഛന്റെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിന്നവളാ ഞാൻ. എനിക്ക് എന്റെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് തോന്നുന്നത് തെറ്റാണോ? അതൊരു മകളെന്ന നിലയില് എന്റെ അവകാശമല്ലേ? എന്റെ അവകാശത്തെ നിഷേധിക്കാൻ അച്ഛന് പറ്റുമോ? മോളെ, ഈ അവകാശം എന്ന് പറയുന്നത് മക്കൾക്ക് മാത്രം ഉള്ളതല്ല. ജരാനരകൾ ബാധിച്ച മാതാപിതാക്കൾക്കും കൂടി ഉള്ളതാ. വയസ്സുകാലത്ത് മക്കൾ താങ്ങാവണമെന്ന അവകാശം. മക്കളെല്ലാരും കൂടി പരസ്പരം പിരിച്ചപ്പോ ഞങ്ങൾ തിരിച്ചു വന്നത് ശേഷിച്ച കാലം മക്കളോടൊന്നിച്ച് അവരുടെ കരുതലിൽ ജീവിക്കാമെന്ന് കരുതിയ. എന്നിട്ട് മക്കള് കീരിയും പാമ്പിനെയും പോലെ പരസ്പരം കടിച്ചു കീറുകയാ. ഒരു മിണ്ടാപ്രാണിയെ പാതിരാത്രിയിൽ അടിച്ചിറക്കി വിട്ടിട്ട് ഇളിച്ചു നിൽക്കുന്ന എന്റെ മൂത്ത മോൻ പ്രകാശന്റെ മുമ്പില് ഞാൻ പിറന്നാൾ കേക്കും കട്ട് ചെയ്ത് സന്തോഷിച്ചു നിൽക്കണോ? അഭിനയിക്കാൻ മാധവൻ പഠിച്ചിട്ടില്ല. ഇന്നെന്നല്ല, ഇനി മുതൽ എനിക്ക് പിറന്നാൾ ആഘോഷമേ വേണ്ട. അച്ഛാ, എന്റെ കൂടപ്പിറപ്പുകൾ ചെയ്ത തെറ്റിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അച്ഛന്റെ കണ്ണുനീര് വീണ എത്ര ജന്മം എടുത്തിട്ടാണെങ്കിലും ശാപമോഷം ഉണ്ടാവില്ല. അറിഞ്ഞോ അറിയാതെയോ ഞാൻ അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. മോളെ,